നമ്മുടെ ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടിലൻ ക്രാബ് റോസ്റ്റിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ലൈവ് ക്രാബ് വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ക്രാബ് റോസ്റ്റ് ചെയ്യുന്നത്. ഡഞ്ചനസ് ക്രാബ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ ക്രാബ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് ക്രാബ് റോസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. രണ്ട് ക്രാബിനെയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഇറുക്കുന്ന കാലൊക്കെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളം ഉണ്ടാക്കി അതിനകത്തിട്ട് 5 മിനിറ്റിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്ത് തുടങ്ങാം. അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടുവെള്ളത്തിൽ നിന്നെടുത്ത് ഇത് ക്ലീൻ ചെയ്ത് തുടങ്ങാം. ആദ്യമായിട്ട് കാലുകളാണ് റിമൂവ് ചെയ്യേണ്ടത്. അതിനു വേണ്ടി ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അടിയിൽ ഫ്ലാപ്പ് പോലുള്ള ഒരു പോർഷൻ ഉണ്ട്. അത് നൈഫ് കൊണ്ടൊന്ന് പൊക്കിയിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ പറഞ്ഞു പോരും. ഇനി മുകളിലത്തെ പോർഷൻ ഇതുപോലെ നൈഫ് കൊണ്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ഓപ്പൺ ആയി പോന്നോളും. പിന്നെ അതിനുള്ളിലുള്ളതെല്ലാം നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഒരു പൈപ്പിൻ്റെ അടിയിൽ പിടിച്ച് ക്ലീൻ ചെയ്തെടുക്കണം. കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കണം. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഹെയർ ഉള്ള പോർഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ആ ഹെയറൊക്കെ റിമൂവ് ചെയ്തെടുക്കണം. ക്രാബ് 2 നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 3/4 കിലോയോളമുണ്ട്. ഇനി നമുക്ക് ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കുന്നതിനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. പിന്നെ വേണ്ടത് ഒരു ചെറിയ പീസ് കറുവാപ്പട്ട, 3 ഏലക്ക, 5 ഗ്രാമ്പൂ, ഒരു ചെറിയ പീസ് തക്കോലം. ഇതെല്ലാം കൂടെ ഒരു മിക്സിയിലിട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ക്രാബ് റോസ്റ്റിന് വേണ്ട മസാല. പിന്നെ വേണ്ടത് 3 സവാള വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ധാരാളം കറിവേപ്പില വേണം. പിന്നെ 4 പച്ചമുളക് നടുവേ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ 4 ചെറിയ തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വലിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം മതിയാവും. പിന്നെ 2 ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചി ചതച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 8 അല്ലി വെളുത്തുള്ളിയും ചതച്ചു വെച്ചിട്ടുണ്ട്. ചതച്ചതിന് ശേഷം ഇത് 1.5 ടേബിൾ സ്പൂൺ വീതം ഉണ്ട്. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ഓണാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കളർ ചേഞ്ച് ചെയ്ത് ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം.
പച്ചമുളകും ചെറുതായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോൾ സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ബ്രൗൺ കളർ ആകുന്നോടം വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഫ്ലെയിം ലോയിലേക്ക് ആക്കാൻ മറന്നു പോകരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. സവാള നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല ആഡ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലാണെന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികളെല്ലാം കരിഞ്ഞു പോകും. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നോടം വരെ ഒരു 2-3 മിനിറ്റ് നേരം കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കാം. ഇത് ഏകദേശം 1 കപ്പോളം ഉണ്ട്. തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് അടച്ചു വെച്ച് തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കണം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് കഴുകി വാരി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്രാബ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ക്രാബ് ചേർത്തതിന് ശേഷം മസാല എല്ലായിടത്തും പറ്റുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം തുറക്കുമ്പോൾ ഇങ്ങനെയാണുള്ളത്. അതായത് ക്രാബിൽ നിന്ന് വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഈ സ്റ്റേജിൽ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ക്രാബിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളം ഒഴിച്ചാൽ മതിയാവും. വലിയ ക്രാബ് ആയതുകൊണ്ട് ഒരു 20-25 മിനിറ്റെങ്കിലും വേവിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാനൊക്കെ മറന്നു പോകരുത്. ഇരുപത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ വെള്ളമൊക്കെ വറ്റി ക്രാബ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ക്രാബ് റോസ്റ്റ് റെഡിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.